Module 6. നമുക്ക് ഇതും K2 നോട്ടാണ് ഞാൻ ബേസിക്കലി Module 6 റെഫർ ചെയ്യുന്നത്. പിന്നെ കുറച്ച് എക്സ്ട്രാ ഞാൻ അല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കുറച്ച് പ്രോബ്ലംസ് എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ഇതിനകത്ത് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് നോക്കാം. Module 6 രണ്ട് പാർട്ടാണ്. ഒന്ന് ബീംസും പിന്നെ ഒന്ന് കോളംസും ആണ്. ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് അത്യാവശ്യം നന്നായിട്ട് K2 നോട്ടീസിനകത്ത് തന്നെ ഉണ്ട്. സോ നമുക്ക് വേറെ നോക്കേണ്ട ആവശ്യമില്ല. ബട്ട് കോളംസ് അത്രയ്ക്കും ഇതിനകത്ത് റെഫർ ചെയ്യുന്നത് നല്ലതല്ല. കുറച്ച് എക്സ്ട്രാ ടെക്സ്റ്റ് പ്രോബ്ലംസും കൂടെ നോക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് ഡിഫ്ലക്ഷൻ ഓഫ് ബീം നോക്കാം. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ടോട്ടൽ ഇനി 3 മെത്തേഡ് പഠിക്കാനുണ്ട്. ഒന്ന് ഡിഫറൻസിയേഷൻ മെത്തേഡ്, പിന്നെ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ്, പിന്നെ മാക്ലോറീസ് മെത്തേഡും പിന്നെ ഒരു മൊമെന്റേനിയ മെത്തേഡും വെച്ച് നമ്മൾ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് ഒക്കെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് ബീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു AB എന്നൊരു ബീം എടുത്തു. ഞാൻ എന്ത് ചെയ്തു, ലോഡ് W കൊടുത്തു. അപ്പോൾ എന്താണ്, അത് വളയും. എല്ലാ ബീമും വളയുമല്ലോ. ഏറ്റവും കൂടുതൽ വളവ് അപ്പോൾ എന്താവും, നടുക്കായിരിക്കും ഉണ്ടാവുന്നത്. ന്യൂട്രൽ ആക്സിസിൽ നിന്ന് അത് എത്രത്തോളം താഴോട്ട് പോയി അതാണ് ഡിഫ്ലക്ഷൻ. എന്നാൽ ആ വളഞ്ഞതിൻ്റെ സ്ലോപ്പ് ആണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. നമുക്ക് അതാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് ചോദിക്കാൻ പോകുന്ന മെത്തേഡ്സിൽ വെച്ച് സോൾവ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഡയറക്റ്റ് അത് നോക്കാം. M is equal to EI d square y by dx square. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ താഴെയുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഡെറിവേഷൻ, ഇപ്പം ഞാൻ പറഞ്ഞ ഇക്വേഷൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ഇപ്പം AB ബീം ഇങ്ങനെ വളഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും താഴത്തെ പോയിന്റ് നമുക്ക് Pയും Q എടുക്കാം ഓഫ് ലെങ്ത് DS. ഇത് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ എൻ്റെ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലോട്ട് വരച്ചു വിത്ത് ദ സ്ലോപ്പ്. അപ്പം ആ Pയും Qവും ആണിത്. ഈ ലെങ്ത് ആണ് DS. Pൻ്റെ കോർഡിനേറ്റ്സ് XY, Qൻ്റെ കോർഡിനേറ്റ്സ് X plus DXും Y plus DYയും. കാരണം ഇവിടുന്ന് ഇതൊരു മൂവ് ചെയ്യുമ്പോൾ കോർഡിനേറ്റ്സ് ചേഞ്ച് വരില്ലേ, ആ എക്സ്ട്രാ വരുന്ന ആ ഒരു അഡീഷൻ ആണ് DXും DYയും. DX എന്ന് പറയുന്നത് X ഡയറക്ഷൻ, DY എന്ന് പറയുന്നത് Y ഡയറക്ഷൻ. ഇത് രണ്ടും തമ്മിലുള്ള ഒറിജിൻ ആണോ ഈ ആംഗിൾ D phi. ഇവിടെയാണ് ആക്ച്വലി ഫൈ വരുന്നത്. അപ്പം സ്ലോപ്പ് ഓഫ് P എന്ന് പറഞ്ഞാൽ ഫൈയും സ്ലോപ്പ് ഓഫ് Q എന്ന് പറഞ്ഞാൽ 5 plus D phiയും ആണ്. D phi എന്തിനാ, ഇത് രണ്ടും തമ്മിലുള്ള സ്ലോപ്പാണ് D phi. സോ ഇവിടെ തൊട്ട് ഇവിടെ വരെ മൂവ് ചെയ്യുമ്പോൾ അത്രയും സ്ലോപ്പ് നമ്മളിവിടെ ഇൻക്രീസ്ഡ് ആയി Qക്ക്, Pന്ന് Q വരെ പോയപ്പോൾ. സിൻസ് നമ്മുടെ DS വെരി സ്മോൾ ആയതുകൊണ്ട് നമുക്ക് DS is equal to R d theta എന്ന് എഴുതാം. ലെങ്ത് ഓഫ് ദി ആർക്ക് എന്ന് പറയുന്നത് റേഡിയസ് ഇൻറ്റു ഈ തീറ്റയാണ്, സർക്കിളിൻ്റെ പ്രോപ്പർട്ടിയാണത്. അപ്പം R ഈ PQ അല്ലെങ്കിൽ DS നമുക്ക് R d theta എന്ന് എഴുതാം. അപ്പം എന്താണ്, ഈ DS നമ്മൾ കാർട്ടീഷ്യൻ പീരീഡിൽ എക്സിലോട്ട് വരച്ചുകൊണ്ട് നമുക്ക് അതിന് DX ആയി. DS is equal to DX ആണ്. അപ്പം DX is equal to R d theta. അപ്പോൾ d theta by dx, ഈ dx താഴോട്ട് പോയപ്പോൾ r ഇപ്പുറത്തോട്ട് വരില്ലേ, ഈക്വൽ ടു 1/r എന്ന് തോന്നും. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി സ്ലോപ്പ് അറ്റ് P, ഞാൻ പറഞ്ഞ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ആണല്ലോ. അപ്പോൾ dy by dx എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ അല്ലേ. സ്ലോപ്പ് Pൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ തീറ്റ അല്ല, സോറി ഫൈ ആണ്. അപ്പോൾ ടാൻ ഫൈ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy by dx. അപ്പോൾ dy by dx is equal to tan phi. Phi വെരി സ്മോൾ ആയതുകൊണ്ട് tan phi is equal to phi എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ phi is equal to dy by dx. അപ്പം രണ്ടെണ്ണം ഒന്നും കൂടി dx വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ d phi by dx is equal to d square y by dx square. അപ്പം ഇക്വേഷൻ നമ്പർ 2ഉം 1ഉം നമുക്ക് എന്താണ് ഇക്വേറ്റ് ചെയ്യാലോ. ഇവിടെയും d phi by dx is equal to 1/r, ഇവിടെ d phi by dx is equal to d square ഡബിൾ ഇൻ്റഗ്രേഷൻ ഓഫ് y, ഇൻ്റഗ്രേഷനിലെ ഡിഫറൻസിയേഷൻ. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻ ഞാൻ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ 1/r is equal to d square y by dx square. അപ്പോൾ m/i is equal to e/r. അപ്പോൾ 1/r is equal to എന്താണ്, m/ei. അപ്പോൾ എൻ്റെ d square y by dx square എന്ന് പറയുന്നത് m/ei അല്ലേ. d square y by dx square is equal to 1/r എന്ന് ഞാൻ എഴുതി. m/i is equal to er എന്ന് പറയുന്നത് ബെൻഡിങ് ഇക്വേഷൻ ആണ്. നിങ്ങൾ മൊഡ്യൂൾ 4 പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണിത്. അതിൽ നിന്ന് ഞാൻ 1/r is equal to m/ei എന്ന് എഴുതി. ഈ m/ei നെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ഇത്. അപ്പോൾ d square y by dx square എന്ന് പറഞ്ഞാൽ m/ei എന്ന് കിട്ടി. അപ്പോൾ m is equal to ei into d square y by dx square. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതായിരുന്നു ഇതിൻ്റെ ഡെറിവേഷൻ.
നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം അല്ല അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നോക്കാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാൻഡിലിവർ ബീം എടുത്തു. ഞാൻ എ ബി എന്നൊരു ബീം എടുത്തു. ബിയിലാണ് ലോഡ് ഉള്ളത്. അപ്പം മൊമെന്റ് ഞാൻ എക്സ് വരച്ചു. അപ്പം മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോഡ് ഇൻറ്റു ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ? ടോട്ടൽ എൻ്റെ ബീമിൻ്റെ സ്പാന് എല്ലാണ്. ഈ സെക്ഷൻ എക്സ് ഡിസ്റ്റൻസ് മാറിയാണ് ഞാൻ വരച്ചത്. അപ്പം എൻ്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡബ്ല്യു ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എൽ മൈനസ് എക്സ് അല്ലേ? അതാണ് മൊമെന്റ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് എക്സ്. അപ്പം എൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അനുസരിച്ച് എം ഇസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. എം എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് എക്സ്. അപ്പോൾ ഡബ്ല്യു എൽ മൈനസ് ഡബ്ല്യു എക്സ്. അപ്പോൾ രണ്ട് സൈഡ് ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇ ഐ ഈസ് ഈക്വൽ ഡി വൈ ബൈ ഡി എക്സ് ആവും. ഇത് ഞാൻ ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഡബ്ല്യു എൽ എക്സും ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് C1 എന്നൊരു കോൺസ്റ്റന്റ് ആണേ. അപ്പം ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്തു? ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ. അറ്റ് എ എനിക്കറിയാം എക്സ് 0 ആണെന്നല്ലേ. ഇങ്ങറ്റത്ത് എക്സ് 0 ആണ്. എക്സ് 0 ആണ്. അതുപോലെ തന്നെ ഡി വൈ ബൈ ഡി എക്സും 0 ആണ്. കാരണം ഇവിടെ സ്ലോപ്പ് 0 ആണ് ഇങ്ങറ്റ. ബിക്കോസ് നമുക്ക് ഇവിടെ ലോഡ് വരുമ്പോൾ നമ്മുടെ കാൻഡിലിവർ കൈൻഡ് ഓഫ് ഇങ്ങനെയല്ലേ വളയാൻ പോകുന്നത്. അപ്പം ഇവിടെയല്ലേ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഏറ്റവും മാക്സിമം. ഇവിടെ ഡിഫ്ലക്ഷൻ കുറവാണ്. അപ്പം ഇവിടെ സ്ലോപ്പ് ഇല്ല. അപ്പം ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് 0 ആണ്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്ന ബൗണ്ടറി കണ്ടീഷൻ. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പം ഞാൻ ഈ ഇക്വേഷനിൽ ഡി വൈ ബൈ ഡി എക്സിൻ്റെ സ്ഥലത്തും 0 ഇട്ടു, എക്സിൻ്റെ സ്ഥലത്തും 0 ഇട്ടപ്പോൾ എന്ത് കിട്ടി? എനിക്ക് C1 0 കിട്ടി. അപ്പം എൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ ഐ ബൈ ഡി വൈ ബൈ ഡി എക്സ് ഡബ്ല്യു എൽ എക്സ് മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2. C1 ഇല്ല, കാരണം C1 0 ആയി. ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഇനി സ്ലോപ്പ് മാക്സിമം ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങറ്റത്തല്ലേ സ്ലോപ്പ് മാക്സിമം. അതിൻ്റെ അർത്ഥം എക്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഈ ലെങ്ത് വരുമ്പോഴല്ലേ മാക്സിമം. അപ്പോൾ മാക്സിമം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഞാൻ ഈ ഇക്വേഷനിൽ എക്സ് ഇസ് ഈക്വൽ ടു എൽ ഇട്ട് കൊടുത്താൽ മതി. എക്സ് ഇസ് ഈക്വൽ ടു എൽ ഇട്ട് കൊടുക്കും. എനിക്ക് മാക്സിമം സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ ഐ താഴോട്ട് പോകും. അതാണ് 1/e താഴോട്ട് വന്നു. എന്നിട്ട് എക്സിന് എൽ ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2EI എന്ന് കിട്ടി. മാക്സിമം സ്ലോപ്പ് ഓഫ് ദ കാൻഡിലിവർ എന്ന് പറഞ്ഞാൽ അപ്പം ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2EI ആണ്. ഇനി ഞാനത് ഒന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഇത് മാക്സിമം സ്ലോപ്പ് ആണ്. ഞാൻ ഇനി മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം, y കണ്ടുപിടിക്കാൻ പോവാം. അപ്പം ഒന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഈ ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? y ആയി. ഈ ഡബ്ല്യു എൽ എക്സ് എന്തായി? ഡബ്ല്യു എൽ എക്സ് സ്ക്വയർ ബൈ 2. ഡബ്ല്യു എക്സ് സ്ക്വയർ എന്താണ്? ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ 6 ആയി. കാരണം അവിടെ ഒരു 2 ഉണ്ടായിരുന്നു, ഇൻറ്റു 3, അതാണ് ഈ 6 ആയത്. പ്ലസ് C2. പിന്നെ ഞാൻ എൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. എൻഡിൽ അറ്റ് എ ഇസ് ഈക്വൽ ടു എയിൽ എക്സ് 0 ആണ്, ഡി വൈ ബൈ ഡി എക്സ് 0 ആണ്. അതുപോലെ നമ്മുടെ വൈയും 0 ആണ്. ബിക്കോസ് വൈ ഇങ്ങറ്റമല്ലേ. വൈ എന്ന് പറയുമ്പോൾ ഇങ്ങറ്റത്ത് ഡിഫ്ലക്ഷൻ ഒന്നും അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ ഡി വൈ ബൈ ഡി എക്സും 0 ആണ്, വൈയും 0 ആണ്, എക്സും 0 ആണ്. അപ്പം എന്താണ് എൻ്റെ കോൺസ്റ്റന്റ് C2 എന്ന് പറയുന്നത്? എനിക്ക് 0 കിട്ടി. അപ്പം എൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ ഐ ഇൻറ്റു വൈ ഈക്വൽ ടു ഡബ്ല്യു എൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ 6 പ്ലസ് 0. കാരണം സി ഇല്ല. അപ്പം ഇതിൽ എനിക്കറിയാം മാക്സിമം ഡിഫ്ലക്ഷൻ ആയിട്ട് എക്സ് ഇസ് ഈക്വൽ ടു എൽ ആണ്, എന്നാലും അങ്ങറ്റത്ത്. അപ്പം ഞാൻ എക്സിന് എൽ ഇട്ട് കൊടുത്തു. വൈക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു, ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3EI എന്ന്. ഇതാണ് എൻ്റെ മാക്സിമം ഡിഫ്ലക്ഷൻ ഫോർ ദ കാൻഡിലിവർ. ഇതെന്താണ്? ലോഡ് ഞാൻ ഫ്രീ എൻഡിൽ അപ്ലൈ ചെയ്ത കേസാണ്. ഇനി ഞാൻ ആ ലോഡ് ഫ്രീ എൻഡ് ബിയിലല്ലാതെ ഇങ്ങോട്ട് അകത്തോട്ട് സിയിലാണ് അപ്ലൈ ചെയ്തത് അറ്റ് ഡിസ്റ്റൻസ് എ, സ്മോൾ എ ഫ്രം ക്യാപിറ്റൽ എ. അപ്പം എന്നോട് സ്ലോപ്പ് അറ്റ് സി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ സ്ലോപ്പിന് ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലേ? ഡി വൈ ബൈ ഡി എക്സിന് വേണ്ട ഇവിടെ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2EI. അതാണ് എൻ്റെ ഇക്വേഷൻ. ഞാൻ എന്ത് ചെയ്ത് എൽ സ്ക്വയറിന് പകരം എ സ്ക്വയർ ആവും, കാരണം ഈ ഡിസ്റ്റൻസ് വരെ അല്ലേ. ഡബ്ല്യു എ സ്ക്വയർ ബൈ 2EI ആണ് എൻ്റെ സ്ലോപ്പ് അറ്റ് സി. ആൻഡ് കാൻഡിലിവറിൻ്റെ കേസിൽ സ്ലോപ്പ് അറ്റ് സിയും സ്ലോപ്പ് അറ്റ് ബിയും ഈക്വൽ ആണ്. അതാണ് ഇവിടെ സ്ലോപ്പ് ഈക്വൽ ടു സ്ലോപ്പ് അറ്റ് ബി എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ലോപ്പ് തൊട്ട് ബി വരെ പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതുകൊണ്ട് സ്ലോപ്പ് സെയിം ആണ്, കോൺസ്റ്റന്റ് ആണ്, മാറുന്നില്ല. അപ്പം എന്താണ്? എന്നോട് സ്ലോപ്പ് അറ്റ് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ സ്ലോപ്പ് അറ്റ് സി കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ എന്നോട് ഡിഫ്ലക്ഷൻ അറ്റ് ബി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സെയിം അല്ല. കണ്ടോ, ഈ സിയിലെ ഡിഫ്ലക്ഷൻ അല്ല ബിയിലെ ഡിഫ്ലക്ഷൻ. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ ഡിഫ്ലക്ഷൻ അറ്റ് സി പ്ലസ് എന്താണ് ഇത്രയും ഡിഫ്ലക്ഷൻ അറ്റ് ഇതാ ഈ പോയിന്റ് കണ്ടുപിടിച്ചു. ഇനി ബാക്കി ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിഫ്ലക്ഷൻ അറ്റ് സി
പ്ലസ് ഈ സ്ലോപ്പ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ചെയ്താൽ മതി, ഈ ലെങ്ത് കിട്ടും. സ്ലോപ്പ് ദേ ഇവിടെ കണ്ടുപിടിച്ചു, ഇൻറ്റു ലെങ്ത് BC ചെയ്താൽ എനിക്ക് ഇതും കൂടെ കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എൻ്റെ ടോട്ടൽ ഡിഫ്ലക്ഷൻ അറ്റ് B എനിക്ക് കിട്ടും. അപ്പം ഇതാണ് നമ്മളുടെ ഇക്വേഷൻ വന്ന കാൻഡിലിവറിൻ്റെ പോയിന്റ് ലോഡിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ സ്ലോപ്പും കണ്ടുപിടിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് കാൻഡിലിവർ വിത്ത് UDL നോക്കാം. അപ്പോൾ ത്രൂ ഔട്ട് ദ ലെങ്ത് ഒരു UDL ഉള്ള AB-യിൽ അപ്പം എന്താണ് ആ ലോഡ് എന്ന് പറഞ്ഞാൽ W per meter ആണ്. അപ്പം ഞാനൊരു സെക്ഷൻ വരച്ചു X അറ്റ് ഡിസ്റ്റൻസ് X, ടോട്ടൽ ലെങ്ത് ഓഫ് സ്പാൻ എന്ന് പറയുന്നത് L ആണ്. അപ്പം എൻ്റെ ഇവിടുത്തെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇവിടെ ഞാൻ സെക്ഷൻ വരച്ചാൽ ഇതിൻ്റെ ഇപ്പുറത്തുള്ള ലോഡ് ഞാൻ കൺസിഡർ ചെയ്താൽ മതിയല്ലോ. അപ്പം ആദ്യം എൻ്റെ ലോഡ് ടോട്ടൽ W ഇൻറ്റു L മൈനസ് എക്സ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L മൈനസ് എക്സ് അല്ലേ, ടോട്ടൽ L മൈനസ് എക്സ്. അപ്പം എന്താണ് W ഇൻറ്റു L മൈനസ് എക്സ് ഇൻറ്റു L മൈനസ് എക്സ് ബൈ 2. കാരണം ഈ ലോഡ് കോൺസെൻട്രേറ്റ്ലി ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ നടുക്കാണ്. അപ്പം എന്താണ് W ഇൻറ്റു L മൈനസ് എക്സ് ഇൻറ്റു L മൈനസ് എക്സ് ബൈ 2. അപ്പം എൻ്റെ EI d square y by dx square is equal to moment is equal to W into L minus x the whole square by 2. അപ്പം ഇതാണ് എൻ്റെ മൊമെന്റ്. ഞാൻ EI by d square y by dx square ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചോ, കാരണം നമുക്ക് ഡെറിവേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി, സോറി ഡെറിവേഷനിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഓപ്പൺ ചെയ്തു എഴുതി. അപ്പം എനിക്ക് ഇതാണ് ഇക്വേഷൻ കിട്ടിയത്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഫസ്റ്റ് ടൈം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് dy by dx കിട്ടാനാണ്. ഇത് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എനിക്ക് W/2 L square x minus x square L plus x cube by 3 എന്ന് കിട്ടും, പ്ലസ് C1. അപ്പം ഈ C1 കണ്ടുപിടിക്കാൻ ഞാൻ എന്താണ് നേരത്തെ പോലെ എൻ്റെ x is equal to 0, dy by dx is equal to 0. അപ്പം ഇടും എനിക്ക് എന്ത് കിട്ടും, C1 0 എന്ന് കിട്ടും. അപ്പം എൻ്റെ ഇക്വേഷനിൽ ഇവിടെ കോൺസ്റ്റന്റ് ഇല്ല. ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. ഇതൊന്ന് ചെയ്ത് പഠിച്ചാലേ തലയിൽ നിൽക്കത്തുള്ളൂ. നെക്സ്റ്റ് എന്താണ്, അടുത്ത എനിക്കറിയാം എൻ്റെ സ്ലോപ്പ് മാക്സിമം ആവുന്നത് എപ്പോഴാണ്, x is equal to L വരുമ്പോഴാണ്. അപ്പം ഞാൻ x is equal to L ഇട്ടിട്ട് എൻ്റെ മാക്സിമം സ്ലോപ്പ് കണ്ടുപിടിച്ചു. അപ്പം മാക്സിമം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ WL³ by 6EI ആണ്. അതുപോലെ ഞാൻ എൻ്റെ ഇക്വേഷൻ ഒന്നും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും, ഈ ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് y കണ്ടുപിടിക്കാനുള്ളതാണ്. ഇതിൽ C2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇതൊന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാനേ ഉള്ളൂ കേട്ടോ. കണ്ടോ, L square x എന്ന് പറഞ്ഞാൽ L square ഇൻറ്റു പിന്നെ ഒരു x square by 2 വരും. x³ by 3 എന്ന് പറയുമ്പോൾ x raised to 4 by 4 കൂടെ വരും. 3 into 4 12 ആവും. ഇവിടെ മൈനസ് x square by L x³ by 3 into L ആവും. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു കോൺസ്റ്റന്റ് C2 കൂടെ വരും. ഇനി C2 കണ്ടുപിടിക്കാൻ ഞാൻ സെയിം ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. അറ്റ് A x is equal to 0, y is equal to 0 എന്ന്. അപ്പോൾ എനിക്ക് C2 0 കിട്ടി. അപ്പോൾ എൻ്റെ ഇക്വേഷൻ വിത്തൗട്ട് C2 എനിക്ക് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്കറിയാം എൻ്റെ മാക്സിമം ഡിഫ്ലക്ഷൻ x is equal to L ആണെന്ന്. അപ്പം ഞാൻ ഈ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥലത്തെല്ലാം L ഇട്ട് കൊടുത്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മാക്സിമം ഡിഫ്ലക്ഷനും കിട്ടും, വിച്ച് ഇസ് WL raised to 4 by 8EI. അപ്പം എന്താണ്, കാൻഡിലിവറിൻ്റെ രണ്ട് കേസസ് കഴിഞ്ഞു, പോയിന്റ് ലോഡും കഴിഞ്ഞു, UDLും കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് കേസും കൂടെ ഉണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ പോയിന്റ് ലോഡും പിന്നെന്താണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ UDL. ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഡിഫ്ലക്ഷനും തീറ്റയും ഡയറക്റ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസേ നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. അല്ലാത്ത കൂടുതൽ കോൺസ്റ്റന്റ് ഒന്നും നിങ്ങൾക്ക് ചോദിക്കത്തില്ല. ജസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം അപ്ലൈ ചെയ്യാൻ. പ്രോബ്ലംസ് സിമ്പിൾ ആണ്. ഈ ഡെറിവേഷൻ പഠിക്കാനാണ് ഇച്ചിരി പാട്. നെക്സ്റ്റ് എന്താണ്, പോയിന്റ് ലോഡ്, സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുത്ത് ഇതെൻ്റെ എയും ബിന്ന് ഒരു ബീം, ടോട്ടൽ ലെങ്ത് L. അപ്പം ഞാൻ ഒരു ലോഡ് എന്താണ് W നടുക്ക് ഇട്ടു എന്ന് വെച്ചോ. അപ്പം നടുക്ക് ഇടുമ്പം എൻ്റെ റിയാക്ഷൻ A എന്ന് പറയുന്നത് W/2ഉം B എന്ന് പറയുന്നതും W/2 ആണ്. കാരണം ഇത് കറക്റ്റ് നടുക്കായതുകൊണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫ്ലെക്ഷൻ ആ ഇക്വേഷൻ അനുസരിച്ച് EI is equal to EI into d square y by dx square is equal to മൊമെന്റ്. അപ്പം ഇവിടുത്തെ മൊമെന്റ് എന്താണ്, ഞാൻ എൻ്റെ ഒരു സെക്ഷൻ X വരച്ചാൽ അറ്റ് ഡിസ്റ്റൻസ് X, എനിക്ക് കാൻഡിലിവർ എടുക്കുമ്പോൾ നമ്മൾ സെക്ഷൻ വരച്ചാൽ എപ്പോഴും റൈറ്റ് സൈഡ് തന്നെ നോക്കണം. എന്ന് പറഞ്ഞാൽ ഫ്രീ എൻഡിൽ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു എൻ്റെ സെക്ഷൻ X വരച്ചാൽ എനിക്കിതിൻ്റെ റൈറ്റും നോക്കാം ലെഫ്റ്റും നോക്കാം, എൻ്റെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ എന്താണ്
ലെഫ്റ്റ് ആയിരിക്കും നോക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ ആകെ ഒരു ലോഡേ ഉള്ളൂ. അപ്പം എൻ്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ W/2 ഇൻറ്റു എക്സ്. ഞാൻ റൈറ്റ് നോക്കിയാൽ ഞാൻ ഈ രണ്ട് മൊമെന്റും കൺസിഡർ ചെയ്യണം. ഈ രണ്ട് മൊമെന്റും കൺസിഡർ ചെയ്യുമ്പോൾ W/2 ഇൻറ്റു L മൈനസ് എക്സ്, പിന്നെയും മൈനസ് W ഇൻറ്റു L/2 മൈനസ് എക്സ്, ലൈക്ക് അത്രയും വരും. അപ്പം ഞാൻ എന്തെങ്കിലും കുറഞ്ഞ ലോഡ് ഏത് സൈഡാണോ അത് വേണം എടുക്കാൻ. ലൈക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ അത് ആലോചിച്ചാൽ മതി. സെക്ഷൻ വരയ്ക്കുമ്പോൾ ഏറ്റവും കുറച്ച് ലോഡ്സ് ഏത് സൈഡിലാണോ ഉള്ളത് അതെടുക്കാം. കാരണം നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണോ മൊമെന്റ് എടുക്കാം. അപ്പം ഞാൻ ഇവിടെ വരച്ചു. അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പം എൻ്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ W2 ഇൻറ്റു എക്സ്. അപ്പം എം എന്ന് പറഞ്ഞാൽ W2 ഇൻറ്റു എക്സ്. നേരത്തെ പോലെ തന്നെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഒരു ടൈം ഇന്റഗ്രേറ്റ് ചെയ്യുക. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ബൗണ്ടറി കണ്ടീഷൻസ് എന്താണ്? അറ്റ് സി നമുക്ക് സിംപ്ലി സപ്പോർട്ടിന്റെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് സി എക്സ് ഇസ് ഈക്വൽ ടു L/2, അപ്പോഴാണ് dy/dx ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടുന്നത്. കാരണം ഈ സ്ഥലത്താണ് മാക്സിമം വളയുന്നത്. അപ്പൊ മാക്സിമം ഡിഫ്ലക്ഷൻ വരുന്ന സ്ഥലത്താണ് 0 സ്ലോപ്പ്. അപ്പൊ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു L/2, dy/dx ഇസ് ഈക്വൽ ടു 0. അത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് C1 ഇസ് ഈക്വൽ ടു മൈനസ് WL²/16 കിട്ടും. അപ്പം എൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ EI dy/dx W/4x² മൈനസ് ഒരു WL²/16 കൂടെ വരും. എൻ്റെ സ്പീഡ് ഇച്ചിരി കൂടുതലാണെങ്കിൽ ഒന്ന് പ്ലേ ബാക്ക് സ്പീഡ് കുറച്ചിട്ട് കേട്ടോ. ഇത് കാരണം ഇത് സെയിം പ്രൊസീജിയർ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് ഇക്വേഷൻ എഴുതുക, മൊമെന്റ് ഇക്വേഷന് ഡയറക്റ്റ് നമ്മുടെ കണ്ടീഷൻ എഴുതുക, മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതുക, ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക, ബൗണ്ടറി കണ്ടീഷൻസ് ഇടുക, കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക, പിന്നെ ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുക. കോൺസ്റ്റന്റ് കണ്ടുപിടിച്ച് നമ്മുടെ ഇക്വേഷൻ കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മാക്സിമം സ്ലോപ്പാണ്. ആദ്യം സ്ലോപ്പാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ മാക്സിമം സ്ലോപ്പ് എക്സ് ഇസ് ഈക്വൽ ടു 0 വരുന്ന കേസാണ്. സിംപ്ലി സപ്പോർട്ടഡിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 വരുമ്പോഴാണ് മാക്സിമം സ്ലോപ്പ് വരുന്നത്. കാന്റിലിവറിന്റെ കേസിൽ എക്സ് ഇസ് ഈക്വൽ ടു L വന്നപ്പോഴാണ് വന്നത്. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 വരുമ്പോൾ അപ്പൊ dy/dx എക്സ് 0 ഇട്ട് കൊടുത്തിട്ട് കണ്ടുപിടിക്കുക. അപ്പൊ മാക്സിമം സ്ലോപ്പ് കിട്ടും. എന്നിട്ട് ഈ സ്ലോപ്പിന്റെ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ വൈയുടെ ഇക്വേഷൻ കിട്ടും. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ എൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് എക്സ് ഇസ് ഈക്വൽ ടു 0, y ഇസ് ഈക്വൽ ടു 0 എന്നൊരു ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് C2 കിട്ടും. C1 കിട്ടാൻ ഞാൻ എടുത്ത ബൗണ്ടറി കണ്ടീഷൻ when x is equal to L/2 dy/dx is equal to 0. And C2 കണ്ടുപിടിക്കാൻ y 0 ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ x 0 ആവുന്ന സ്ഥലത്താണ്. അത് ഇത്രയും ചിന്തിച്ചാൽ മതി. ഇങ്ങനെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പം അത് ഇങ്ങനെ വളയാനാണ് പോകുന്നത്. അപ്പൊ മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സെന്ററിലായിരിക്കും അല്ലെ? ഏറ്റവും മിനിമം ഡിഫ്ലക്ഷൻ ആയിരിക്കും അറ്റത്ത്. അപ്പൊ എക്സ് 0 ആവുന്ന സമയത്ത് y 0 ആണ്. അതുപോലെ എക്സ് L/2 ആവുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ മാക്സിമം ആണ്. ഡിഫ്ലക്ഷൻ മാക്സിമം ആവുമ്പോൾ എന്താണ്? dy/dx എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. ഡിഫ്ലക്ഷൻ മാക്സ് വരുന്ന സമയത്ത് dy/dx 0 ആവും. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മുടെ സപ്പോർട്ട്സിൽ നോക്കിയാൽ എന്താണ്? y is equal to 0 ആണ്. ആ സ്ഥലത്താണ് എന്താണ് നമ്മുടെ dy/dx മാക്സിമം ആവുന്നത് അല്ലെ? ഇവിടെയൊക്കെ നമ്മളിവിടെ dy/dx മാക്സിമം കണ്ടുപിടിക്കാൻ x is equal to 0 അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. കാരണം x is equal to 0 ഇടുമ്പോൾ y 0 ആണ്. അപ്പൊ dy/dx മാക്സിമം. നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ പിന്നെ dy/dx 0 വരുന്ന എപ്പോഴാണ്? y മാക്സിമം ആവുന്ന സമയത്ത്. y എപ്പോഴാണ് മാക്സിമം ആവുന്നത്? x is equal to L/2 വരുന്ന സമയത്ത്. ഇതാണ് ബൗണ്ടറി കണ്ടീഷൻസ്. ഐ ഹോപ്പ് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പൊ എന്താണ്? നമ്മൾ C2 അതുപോലെ കണ്ടുപിടിച്ചു. അപ്പൊ ഇക്വേഷൻ കിട്ടി. എന്നിട്ട് ഞാൻ x is equal to L/2 ഇട്ടപ്പോൾ എനിക്ക് എന്താണ്? എൻ്റെ y മാക്സ് കിട്ടി. അതും കഴിഞ്ഞു. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL. UDLന്റെ കേസ് വരുമ്പോൾ സെയിം രീതി തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ മൊമെന്റ് ഇസ് ഈക്വൽ ടു എന്താണ്? WL/2x മൈനസ് WX²/2 ആണ് അല്ലെ? ഞാൻ ഇവിടെ സെക്ഷൻ x എടുത്തു അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ഇത്. അപ്പൊ എൻ്റെ WL/2 ഇൻറ്റു എക്സ് ഫസ്റ്റ് ഇത് മൈനസ് എന്തുകൊണ്ടാണ്? UDL ആക്ട് ചെയ്യുന്നത് താഴോട്ടാണ്. അപ്പൊ മൈനസ് ഈ ടോട്ടൽ ലോഡ് എത്രയാ? W ഇൻറ്റു എക്സ് ഇൻറ്റു പിന്നെ എന്താണ്? ഇതിന്റെ ഹാഫിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇൻറ്റു x/2 അതാണ് WX²/2 എന്ന് ഇവിടെ വന്നത്.
ഈ ഒരു ഇക്വേഷൻ നേരത്തെ പോലെ തന്നെ ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക, ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക, പിന്നെ മാക്സിമം കണ്ടീഷൻ dy/dx കണ്ടുപിടിക്കണം, പിന്നെ ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം y-ന്റെ ഇക്വേഷൻ കിട്ടും, അവിടെയും എക്സും വൈക്കും ബൗണ്ടറി കണ്ടീഷൻ ഇടുമ്പം അടുത്ത കോൺസ്റ്റന്റ് കിട്ടും. സെയിം രീതി നമ്മൾ ഇത്രയും നേരം ചെയ്ത സെയിം രീതി തന്നെയാണ് അവിടെ നമുക്ക് എന്താണ് y മാക്സിമം ഇക്വേഷൻ കിട്ടും. ഇതായിരുന്നു അതിന്റെ ഡെറിവേഷൻസ്. ഇത് നിങ്ങൾക്ക് ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ആൻഡ് മെയിൻ ആയിട്ട് ഈ ഇക്വേഷൻസ് ആണ് അറിയാം. നമ്മളിപ്പം ചെയ്ത 4 ഡെറിവേഷന് 4 ഇക്വേഷൻ ഉണ്ട്. ലൈക്ക് ഓരോ കേസിലെ മാക്സിമം സ്ലോപ്പ്, അതിൻ്റെ ഡിഫ്ലക്ഷൻ, അതിൻ്റെ പൊസിഷൻസ്, അതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഒരു ടേബിളായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ അതുപോലെ വേണം അത് ചെയ്യാൻ. ലൈക്ക് നമുക്കൊരു പ്രോബ്ലം നോക്കാം. A beam 6 meter long simply supported at its end is carrying a point load of 50 kilonewton at its center. The moment of inertia of the beam is given as equal to 78 into 10 raised to 6 mm raised to 4. If E for the material of the beam is 2.1 into 10 raised to 5, calculate the deflection at the center of the beam and slope of the supports. ഇപ്പോൾ എന്താണ് 6 മീറ്റർ ലോങ്, L തന്നിട്ടുണ്ട്, ഒരു ലോഡ് തന്നിട്ടുണ്ട് 50 കിലോ ന്യൂട്ടൺ, പിന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I തന്നിട്ടുണ്ട്, ഇയും തന്നിട്ടുണ്ട്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ വൈയും പിന്നെ സ്ലോപ്പ് തീറ്റയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്, കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദ സെന്റർ ആണ്. അപ്പം എൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ WL3/48 EI. എൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ ചെയ്തില്ലേ, ഇതാണ്ടേ സിംപ്ലി സപ്പോർട്ടഡിന്റെ മാക്സിമം ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷന് മാക്സിമം സ്ലോപ്പിന്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഡയറക്റ്റ് ഇക്വേഷനിൽ ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വേറെ ബാക്കി എല്ലാ വാല്യൂസും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, വേറെ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം ഇതുപോലെ സിമിലർ തന്നെയാണ്, ജസ്റ്റ് നമുക്ക് ഡയറക്ഷൻ ഇട്ട് കൊടുത്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു UDLന്റെ കേസ് ആണെന്നേ ഉള്ളൂ. അപ്പം എന്താണ് UDLന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. UDLന്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, സിംപ്ലി സപ്പോർട്ട് ഉണ്ട്. അതുപോലെ ക്യാൻറ്റിലിവർ ആയാലും സെയിം രീതി തന്നെ, ജസ്റ്റ് ഇക്വേഷൻ ഇടുക, അപ്ലൈ ചെയ്യുക. അപ്പം ഈ ഒരു പോർഷൻ കഴിഞ്ഞു. ഇതിനാണ് സക്സസീവ് ഇൻ്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് EI_d²y/dx² m, ഇതിനെ 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്ത് സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കുന്നതായിരുന്നു. നമുക്ക് ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം.